ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇപ്പം നമ്മൾ ഡെറാഡൂണിലാണുള്ളത്. അപ്പോൾ ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മളിവിടെ നേരെ പോകുന്നത് ആർമിയിലെ തന്നെ ഒരു ടെമ്പിളിലേക്കാണ്. തിരിച്ച് പോകാൻ നേരത്തെ നമ്മളെല്ലാവരും കൂടെ ചേർന്നൊരു ഫോട്ടോ എടുത്തതാണ് കേട്ടോ അത്. 2 ദിവസം നമുക്ക് ഫുഡും സ്റ്റേയും എല്ലാം അനൂപേട്ടനാണ് ഒരുക്കി തന്നത്. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അവരുടെ ക്വാർട്ടേഴ്സിനടുത്താണ് ഈ അമ്പലം ഉള്ളത്. അപ്പം നമ്മളെയും കൂടെ കൊണ്ടുപോവുകയാണ് അങ്ങോട്ടേക്ക്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഋഷികേശിലേക്കാണ്. ഡെറാഡൂണിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട് ഋഷികേശിലേക്ക്. നമ്മൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ടടുത്ത് നമ്മളൊരു 2-2.5 മണിക്കൂറോളം വേണ്ടി വന്നു അവിടെ എത്താനായിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോയത്. അത് മാത്രമല്ല ചുട്ടുപൊള്ളുന്ന വെയിലുമായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് റാഫ്റ്റിംഗ് ചെയ്യാനായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്തടുത്തായിട്ട് ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല നിറയെ കച്ചവടക്കാരാണ് ഇരുവശങ്ങളിലും. നമ്മൾ നേരെ പോകുന്നത് റാഫ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്കിംഗ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടന്ന് നീങ്ങിയപ്പോഴത്തേക്ക് സൈഡിലായിട്ട് ഇങ്ങനെ കുക്കുംബറൊക്കെ കട്ട് ചെയ്യുന്നൊരു സ്ഥലത്തേക്ക് എത്തി. അങ്ങനെ നമ്മൾ കുക്കുംബറും ഫ്രൂട്ട്സൊക്കെ മേടിച്ച് കഴിച്ചിട്ടാണ് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഒന്നും പർച്ചേസ് ഒന്നും ചെയ്തില്ല. പോയി തിരിച്ച് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചേട്ടന്മാർ 2 പേരും റാഫ്റ്റിംഗ് ബുക്ക് ചെയ്യാനായിട്ട് പോയി. പല റേറ്റുകളാണ് കേട്ടോ ഇവർ പറയുന്നത്. നമ്മളൊന്ന് ബാർഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും നമുക്ക്. നമ്മൾ 2 കപ്പിൾസ് ആയതുകൊണ്ട് നമുക്ക് 2000 റുപ്പീസും ഫോട്ടോ എടുത്ത് തരുന്നതിന് വീഡിയോ എടുത്ത് തരുന്നതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ 1080 രൂപയും നമ്മൾ അടച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വണ്ടിയിലാണ് കേട്ടോ നമ്മളെ അവിടേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ജീപ്പ് വന്നു. നമ്മൾ ടോട്ടൽ 8 പേരാണ് അതിനകത്ത് പോകുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈമാണ് കേട്ടോ അതിനകത്ത് കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്യാണ്. അപ്പോൾ നമ്മൾ റാഫ്റ്റിങ്ങിന് പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ നേരെ റാഫ്റ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് 8 പേർക്കും അതിൽ ഇടാൻ വേണ്ടിയിട്ട് ജാക്കറ്റും ക്യാപ്പും ഒക്കെ തന്നു കേട്ടോ. ചപ്പൽസ് ഇടുന്നതിനും പ്രശ്നമൊന്നുമില്ല. കാരണം ചെരുപ്പിട്ട് കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് അത് ടൈറ്റ് ആക്കാൻ വേണ്ടി സഹായിക്കും. നമുക്ക് കാല് സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുകൊണ്ട് ചപ്പൽസ് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെല്ലാവരും ചിരിച്ച് കളിച്ച് പോകുന്നുണ്ടെങ്കിലും എൻ്റെയും നീതി ചേച്ചിയുടെ മനസ്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. കാരണം ഇവർ ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ് ഓരോന്ന് പറഞ്ഞിട്ട്. നമ്മുടെ കൂടെയുള്ള 4 പേര് മുന്നേ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ അവിടെ എത്തിച്ചേർന്നു. ഞങ്ങളുടെ ടീമും ഞങ്ങൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും കുറേ റാഫ്റ്റിംഗ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഗൈഡും അപ്പോൾ തന്നെ അവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ വേഗം അതിൽ കയറി. ഏട്ടനൊക്കെ വളരെ കൂളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആകെ ടെൻഷനായി. അങ്ങനെ ഞങ്ങൾ റാഫ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞങ്ങളുടെ ഗൈഡ് തന്നെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ റാഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയത് രാംജൂല ലക്ഷ്മൺ ജൂലയിലേക്കാണ്. ഇതിന് മുന്നേ അവിടെ ഗ്ലാസ് ബ്രിഡ്ജൊന്നും തന്നെ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ പുതിയതായിട്ട് അവിടെ പണിഞ്ഞതാണ്. ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ കാണാൻ കഴിയുന്നത്. അവിടെ നിന്ന് എടുത്ത ഒരു പിക്കാണ് കേട്ടോ ഇത്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ ഒക്കെ നടന്ന് സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോകുന്നത് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്കാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിയിൽ നമ്മൾ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മൾ പാനിപൂരിയുടെ ഒരു ഷോപ്പ് കണ്ടത്. അങ്ങനെ അവിടെ കയറി നമ്മൾ കുറച്ച് പാനിപൂരിയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി. അങ്ങനെ 3 ദിവസത്തെ ട്രിപ്പുകൾക്ക് ശേഷം പിന്നെ നമ്മൾ നേരെ ഇനി ക്വാർട്ടേഴ്സിലേക്ക് വരുവാണ് കേട്ടോ.
ഇത് പോകുന്ന വഴിയിൽ ഹരിദ്വാറിലുള്ള നൈറ്റ് വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കയറി ഗംഗാരതി കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ ടൈം കഴിഞ്ഞതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല. 6 മണി തൊട്ട് 7:30 വരെയാണ് ഗംഗാരതി നടക്കുന്ന ടൈം. അങ്ങനെ നമ്മൾ കുറേ ദൂരം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ക്വാർട്ടേഴ്സിൽ നമ്മളൊരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെയും ഡ്രോപ്പ് ചെയ്ത് നമ്മൾ നമ്മുടെ ക്വാർട്ടേഴ്സിലേക്ക് നേരെ പോവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ.